നിങ്ങളുടെ വിശാല കുടുംബത്തിൽ തന്നെ പലരും നിങ്ങളുടെ സഹായം അർഹിക്കുന്നവരുണ്ടാവും. പലരും. അവർക്ക് ചിലർക്കെങ്കിലും കൊടുക്കുക എന്നൊരു മനസ്ഥിതി വേണം. കുട്ടികളോട് ചെറുപ്പം മുതൽക്ക് പറഞ്ഞ് മനസ്സിലാക്കും. തങ്ങളും പെങ്ങളും സഹസ്രഭോജനായിട്ട് നടന്നാൽ പറ്റില്ല. ബാക്കിയുള്ളവരെ ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ യജ്ഞത്തിന് എന്ത് പുണ്യഫലമുണ്ടോ, തപസ്സിന് എന്ത് പുണ്യഫലമുണ്ടോ, അതേമാതിരി ദാനത്തിന് എന്ത് പുണ്യഫലമുണ്ടോ, ഇതിനെയെല്ലാം കവച്ചു വയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം ഞാൻ അവർക്ക് എഴുതി 25,000 ആയപ്പോൾ തന്നെ നിർത്തണം എന്നൊരഭിപ്രായം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ചർച്ച ചെയ്യാറുണ്ട്. ഓരോരിക്കൽ ചർച്ച ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി ഇതാണ്: ഇക്കൊല്ലം ഏതായാലും നടന്നു. ഞങ്ങൾ എല്ലാവർക്കും ഒരു എഴുത്തെഴുതി. ഞങ്ങൾ എഴുതാൻ പോണില്ല, നീ എഴുതിയെന്ന് വിചാരിക്കുക. ഈ അന്നവസ്ത്രദാന സത്രം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉപഹാരങ്ങളോ സമർപ്പണങ്ങളോ തരുന്നവരെല്ലാവരും ആ സംഖ്യ മറ്റൊരു പ്രസ്ഥാനത്തിന് തരുന്ന നിങ്ങൾ വിചാരിക്കണേ 5% കൂടി ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഈ അന്നവസ്ത്രദാന സത്രത്തിന് കാണുന്ന ആ പങ്കാളിത്വം ഞങ്ങൾ തന്നെ നടത്തുന്ന ജ്ഞാനയജ്ഞത്തിനോട് നമ്മുടെ അനുഭാവികൾക്ക് കാണാനില്ല. എനിക്ക് അതിലെ അതിശയം. ഇവിടെ ആരാരെല്ലാം വരുന്നുണ്ടോ പോകുന്നുണ്ടോ അവരൊക്കെ ഈ ജ്ഞാനയജ്ഞത്തെ ചൊല്ലിയാണ് വരണത്. പക്ഷേ ജ്ഞാനയജ്ഞം നൈമിഷാരണ്യത്തിൽ നടത്തണു എന്ന് പറയുമ്പോൾ അതിൽ പങ്കാളികളായി വരുന്നവരുടെ സംഖ്യ അന്നവസ്ത്രദാന സത്രത്തിനുള്ളവരേക്കാൾ കാര്യമായിട്ട് കുറവാണ്. എന്താ അതിന് കാരണം നിങ്ങൾ പറയൂ? എന്താണാവോ? മനുഷ്യർക്ക് ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അവരവർക്ക് 4 നേരം വേണമല്ലോ. അപ്പം 4 നേരം ഞാൻ കഴിക്കുമ്പോൾ വിശപ്പിൻ്റെ ഗുണദോഷം എനിക്കറിയാം. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് 1 നേരമെങ്കിലും കൊടുക്കുക എന്നൊരു തോന്നൽ മനുഷ്യന് സ്വാഭാവികമായി വന്നു പോവുക. അപ്പോൾ ഇത്തവണത്തെ അന്നവസ്ത്രദാന സത്രം ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഞാൻ അവരോട് പറയുക, ഇക്കൊല്ലത്തെ ഏതായാലും നടക്കണു മുഴുവനാവും. അടുത്ത കൊല്ലം നടക്കുമോ അറിയില്ല. ഇത് ഞങ്ങൾ നടത്തില്ലെങ്കിൽ നിൽക്കും. ഒരു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, സ്വീകർത്താക്കൾ ഇല്ലെങ്കിലും നിൽക്കും. അപ്പോൾ ഇത് നിൽക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു എഴുത്ത് എഴുതിയിരിക്കുക. ഏത് എഴുത്ത് വന്നാലും ഈ മാതിരിയുള്ള എഴുത്തുകൾ മറുപടി അയക്കാൻ നിങ്ങളുടെ സ്വാമിജിക്ക് വലിയ ഉത്സാഹമാണ്. ഹിന്ദുക്കളുടെ കാര്യത്തിനെ പറ്റി എന്ത് കാര്യം പറഞ്ഞാലും ഭൂമാനന്ദ സ്വാമി മിണ്ടാണ്ടിരിക്കില്ല. നമ്മുടെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ കറതീർന്നതാണ്, യുക്തിസഹമാണ്. മലേഷ്യയിൽ ഞാനിങ്ങനെ ഇരുന്ന് എഴുതുക. ശ്രീമദ് ഭാഗവത പരമ്പരയിലെ 14-ാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. ഏകാദശത്തിലെ 22-ാമത്തെ അധ്യായം വിവരിക്കുക. അതിലൊരു ഭാഗം വായിച്ച് ഞാൻ എൻ്റെ അടുത്തുള്ളവരോട് പറയുക, നോക്കൂ, ഈ ഹിന്ദുമതം, ഹിന്ദു സിദ്ധാന്തം, ഹൈന്ദവ സിദ്ധാന്തം എന്ന് പറയുന്നത് എത്ര കണ്ട് ശാസ്ത്രീയമാണ്, സയൻറ്റിഫിക്കാണ്, യുക്തിസഹമാണ്. കൃഷ്ണൻ ഉദ്ധവനെ പറഞ്ഞു കൊടുക്കണത് എത്ര ഗംഭീരമായിട്ടാണ് പറയണത്. അവിടെ ദൈവമില്ല, ആത്മാവ് പോലുമില്ല. സത്യം പറഞ്ഞ് മനസ്സിലാക്കുക യുക്തിസഹമായി. ഞാനപ്പോൾ എഴുതിക്കൊണ്ടിരുന്നത് വിളക്കിലെ നാളത്തിനെ പറ്റിയാണ്. ഒരു വിളക്ക് കത്തുന്നു. എന്താ ഈ കത്തുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒരു പ്രകാശത്തിൻ്റെ നാളം അവിടെയുണ്ട്. അത് ഒരേപോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ആ നാളം വരുന്ന സമയത്ത് ഒരാൾക്കും അറിയില്ല അത് പരിണതമായ ഒരു രൂപവും ഫലവുമാണെന്ന്. എന്തൊക്കെയാണ് അവിടെ പരിണമിക്കുന്നത്? വിളക്കിലുള്ള എണ്ണ, കത്തുന്ന തിരി, ചുറ്റുഭാഗത്തു നിന്നുമുള്ള വായു, ജീവവായു, ഇത് 3 കൂടിച്ചേർന്ന് പരിണമിക്കുന്നതാണ് ആ നാളം. അതിലെ എണ്ണ നിങ്ങൾക്ക് കാണാം, തിരിയും നിങ്ങൾക്ക് കാണാം, വായു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് 3 പരിണമിച്ച് കുറഞ്ഞു വരുമ്പോഴാണ് അത് കുറഞ്ഞത് നമ്മൾ മാറ്റണത്, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചുടര് തട്ടി തിരി ശരിയാക്കി. അതുപോലെയാണ് നമ്മുടെ ഈ ജീവൻ്റെ നിലയും. നമ്മുടെ ജീവരൂപത്തിൽ ശരീരം നിലനിൽക്കുന്നത് ഇതേമാതിരി പരിണമിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് കുറേ വിവരണമുണ്ട്. ഞാനിങ്ങനെ എഴുതുക. അതൊക്കെ വായിച്ചിട്ട് എനിക്ക് തോന്നുക, എന്താ ഈ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എന്താ ഈ സംസാരിക്കണത്? സാധാരണ ഒരു ദൃശ്യം, ആ ദൃശ്യത്തിനെടുത്ത് പറയുകയാണ്. അതേപോലെ നമ്മുടെ ജീവിതം എപ്പോഴും പരിണാമമാണ്. നമ്മുടെ ദേഹം പരിണമിച്ചു കൊണ്ടിരിക്കണു, മനസ്സ് പരിണമിച്ചു കൊണ്ടിരിക്കണു, ബുദ്ധിയും പരിണമിച്ചു കൊണ്ടിരിക്കണു, അഹങ്കാരത്തിനുമുണ്ട് പരിണാമം. ഇങ്ങനെ പരിണാമങ്ങളുടെ ഒരു കൂട്ടമായാലും അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറഞ്ഞ് പരിണമിക്കാത്തതായ ഒരു ഉൾപ്പൊരുളുണ്ട്. ഇതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ തിരിയും എണ്ണയും വായുവും മാത്രമാണോ അവിടെ?
അതോ ഇത് മൂന്നുമല്ലാത്ത പ്രകാശരൂപത്തിലുള്ള ഒരു അഗ്നി എന്ന് പറഞ്ഞിട്ടൊരു ഘടകം അവിടെയുണ്ടോ? ആ അഗ്നി ഇത് 4 എണ്ണമല്ലല്ലോ, ഇത് 3 എണ്ണം അല്ലല്ലോ. നമ്മുടെ ഉള്ളിലും ഉണ്ട് അതേപോലെ ഒരു സാധനം. അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിവരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി, എന്താണ് ഈ ഹിന്ദുമതത്തിൻ്റെ യുക്തിസഹത്വം എന്ന്. ഹിന്ദുമതത്തിനെ പറ്റി എന്ത് ചോദ്യം ചോദിച്ചാലും അതങ്ങനെ, ഇത് ഇങ്ങനെ, ഇത് പഴഞ്ചൻ, ഇത് പ്രാകൃതം എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ ഭൂമാനന്ദ സ്വാമി സമ്മതിക്കില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ ഇതൊക്കെ വളരെ ഭംഗിയായി ചർച്ച ചെയ്യുന്നതാണ്. ആരും അത് മനസ്സിലാക്കണില്ല. നമ്മൾ എന്താ ചെയ്യുക? ശാസ്ത്രീയമാണ് നമ്മുടെ സിദ്ധാന്തം, ശാസ്ത്രീയമാണ് നമ്മുടെ സിദ്ധാന്തം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളില്ലാത്തൊരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ഒരു കൃഷ്ണനുണ്ടായി ആരോട് സംസാരിക്കാൻ? പടക്കളത്തിൽ വെച്ച് 2-3 മണിക്കൂർ നേരം പിടിച്ചു നിർത്തി സംസാരിച്ച അർജുനൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ച് താഴത്ത് വെച്ച അമ്പും വില്ലും എടുപ്പിച്ചു. 18 ദിവസത്തെ പോർ ചെയ്യിച്ചു ഒരു കൃഷ്ണൻ, ഒരു തേരാളി. അതേ കൃഷ്ണനാണ് ഉദ്ധവനോട് സംസാരിക്കുന്നത് ജീവിതാന്ത്യത്തിൽ. ആ പറഞ്ഞു കൊടുത്ത് ഉദ്ധവനെ പറഞ്ഞയച്ചു ബദരികാശ്രമത്തിലേക്ക്. അങ്ങയുടെ ശരീരത്തിൽ നിന്ന്, പാതാരവിന്ദങ്ങളിൽ നിന്ന് അരക്ഷണം പോലും അകന്നു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ഉദ്ധവനെ പറഞ്ഞു കൊടുത്ത് തത്വം മനസ്സിലാക്കി, മനസ്സിന് ശക്തി ഉണ്ടാക്കി, ബുദ്ധിക്ക് വിവേകമുണ്ടാക്കി, ആ ആത്മബലത്തോടുകൂടി കരഞ്ഞ് തിരിഞ്ഞ് നോക്കി ബദരികാശ്രമത്തിലേക്കാണ് പോയി. ഇതാണ് ഹിന്ദുമതം. ഇതാണ് ഹിന്ദുമതം. നിങ്ങൾ വിചാരിക്കുന്ന ഊച്ചാളിത്തമൊന്നുമല്ല അതിൽ. കറതീർന്ന തത്വവിചാരമാണ്. അങ്ങേ വിട്ട് 1/2 സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഉദ്ധവനെ കൃഷ്ണൻ ഇരിക്കുമ്പോൾ തന്നെ പൊയ്ക്കളയൂ എന്ന് പറഞ്ഞ്, അയ്യോ അതിനുള്ള ശക്തി എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഉണ്ടാക്കി കൊടുത്തു, പറഞ്ഞയച്ചു. അർജുനും അതുപോലെ ശക്തി ഉണ്ടാക്കി കൊടുത്തു. നമുക്ക് മരിച്ചു പോയതിന് ശേഷം ഒരു സ്വർഗമോ ഒരു ദൈവരാജ്യമൊന്നുമല്ല. നമ്മുടെ ദൈവരാജ്യം ഇവിടെ തന്നെയാണ്. അതാണല്ലോ നമുക്ക് ആവശ്യം. നമുക്കൊക്കെ പ്രത്യക്ഷമാണ്, ഇതും പ്രത്യക്ഷമാവണം. അപ്പോൾ അന്നവസ്ത്രദാനസത്രം എന്ന് പറഞ്ഞത് എന്തിനാ? ആ ദാനം എന്നുള്ള ശബ്ദം, ആ വാക്ക് കേട്ടപ്പോഴാണ്. അപ്പോൾ ലോകത്തിലെ എല്ലാം കൂടി പുണ്യകർമ്മങ്ങൾ എന്താ? യജ്ഞം, ദാനം, തപസ്. അങ്ങനെ വേദങ്ങളിൽ യജ്ഞദാന തപോരൂപത്തിൽ എന്തെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് എല്ലാം കൂടിയോ ഒറ്റയ്ക്കായോ കിട്ടുന്ന പുണ്യഫലങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനെ മുഴുവനും അത്യേതി എന്താ അതിനർത്ഥം? അതിനെ മുഴുവൻ കവച്ചു വയ്ക്കണം. ആര്? യോഗി. അപ്പം കൃഷ്ണൻ പറയുന്ന യോഗവിദ്യ, യോഗശാസ്ത്രം, യോഗസാധന, മനസ്സിലും ബുദ്ധിയിലും മാത്രം അധിഷ്ഠിതമായിരിക്കുന്ന യോഗസാധനയുണ്ടല്ലോ, ആ യോഗസാധന വേദവിധികൾക്കെല്ലാം അപ്പുറത്താണ്, വേദവാഗ്ദത്തങ്ങൾക്കെല്ലാം അപ്പുറത്താണ്. യജ്ഞത്തിനും തപസ്സിനും ദാനത്തിനും നൽകാവുന്ന പുണ്യഫലമുണ്ടല്ലോ, അതിനെയൊക്കെ കവച്ചു വെച്ച് പറക്കുന്നതാണ്. അത്യേതി തത്സർവമിദം വിദിത്വ. ആ യോഗം എന്താ? ഇതം വിദിത്വ. ഞാനീ പറഞ്ഞു തന്നില്ലേ, ഉത്തരായണം ദക്ഷിണായനം എന്ന് പറഞ്ഞ് ശാശ്വതമായിട്ടുള്ളതാണ്. അത് പ്രകാശത്തിൻ്റെയും അറിവിൻ്റെയും മാർഗമാണ്. മറ്റത് അന്ധകാരത്തിൻ്റെ, അജ്ഞാനത്തിൻ്റെ, അറിവില്ലായ്മയുടെ മാർഗമാണ്. ഈ വിവേചനമുണ്ടായി ജ്ഞാനമാർഗം സ്വീകരിച്ച് നമ്മുടെ ഉള്ളിലുള്ള തത്വം, പ്രകാശിക്കുന്ന തത്വത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കി ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ജീവിതം നയിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കിട്ടാൻ പോണതോ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. അങ്ങേ അറ്റത്തെ സ്ഥാനം, പരം സ്ഥാനം. പരം സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊന്നുമില്ല. പരമസ്ഥാനം പ്രാപിക്കുന്നു, കൈവരിക്കുന്നു, സിദ്ധിക്കുന്നു. അതാണ് യോഗിക്ക് കിട്ടാൻ പോകുന്ന മറുപടി, അല്ലെങ്കിൽ ലാഭം, അല്ലെങ്കിൽ നേട്ടം. ഇത് തന്നെയാണ് പലപ്പോഴും അദ്ദേഹം പറയുന്നത്. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേന അധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. ധ്യാനത്തിനെ പറ്റി പറയുമ്പോൾ 6-ാം അധ്യായത്തിൽ പറഞ്ഞതാണല്ലോ ഇത്. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ. ഏത് കിട്ടിക്കഴിഞ്ഞിട്ടാണോ ഇതിലും മീതെ ഒരു ലാഭമുണ്ടെന്ന് തോന്നാതെ വരുന്നത്, അതെങ്ങനെ കിട്ടണു? ധ്യാനിച്ചിട്ട് കിട്ടണു. ഇവിടെയോ അറിവുകൊണ്ട് കിട്ടുന്ന ആ പരമപുണ്യ സ്ഥാനമുണ്ടല്ലോ, അത് യജ്ഞത്തിനും ദാനത്തിനും തപസ്സിനും നൽകാവുന്ന പുണ്യഫലത്തിനൊക്കെ അപ്പുറത്താണ്.
അത്ര വിശേഷപ്പെട്ടതാണ് ഈ യോഗമാർഗം. 8ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ച ജ്ഞാനവിഷയമുണ്ടല്ലോ, ഭജന വിഷയമൊക്കെ, അത് അതിലും മീതെയാണ് എന്ന് പറഞ്ഞ് സമാപിപ്പിക്കുന്നു ആ അധ്യായം. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഇത് എല്ലാറ്റിനെയും കൂട്ടിപ്പിടിച്ച് സമഗ്രം എന്നാൽ ചുരുക്കി പറയുന്ന ഒരു ശ്ലോകമാണ്. ഇതേമാതിരി ചില ശ്ലോകങ്ങളൊക്കെ ഭഗവത്ഗീതയിൽ പലയിടത്തും കാണാം. 15ാമത്തെ അധ്യായത്തിലുള്ള ഒരെണ്ണം നിങ്ങളോട് പറയാം. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാലേ നിങ്ങൾക്കറിയുള്ളൂ. നിർമ്മാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമാ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖ സംജ്ഞൈ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമ്മാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമാ. പടിപ്പടിയായിട്ട് പറയുക. മാനമോഹങ്ങളൊക്കെ നീങ്ങി സംഘം എന്ന് പറയുന്ന ദോഷത്തെ ജയിച്ച് എപ്പോഴും അധ്യാത്മനിഷ്ഠയിൽ നിരതന്മാരായിരുന്ന് ആഗ്രഹങ്ങളെല്ലാം നീങ്ങി മനസ്സതിൽ നിന്നൊക്കെ പിൻവാങ്ങി ദ്വന്ദ്വൈർവിമുക്താഹ. ദ്വന്ദ്വം സുഖദുഃഖങ്ങളിൽ കലാശിക്കുന്ന ദ്വന്ദ്വങ്ങളുണ്ടല്ലോ, സുഖദുഃഖ സംജ്ഞൈഹി. ഈ ലോകത്തിൽ മുഴുവനും ദ്വന്ദ്വങ്ങളാണ്. ദ്വന്ദ്വ സമാഹാരമാണ് ലോകം എന്ന് ഞാൻ പറയാറുണ്ട്. ആ എല്ലാ ദ്വന്ദ്വങ്ങളും, ബാഹ്യമായ ദ്വന്ദ്വങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് അണയുമ്പോൾ സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ടെണ്ണത്തിൽ അവസാനിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. കണ്ണുകൊണ്ട് കണ്ടാലും, ചെവി കൊണ്ട് കേട്ടാലും, മൂക്കുകൊണ്ട് മണത്താലും, വായ കൊണ്ട് രുചിച്ചാലും, ത്വക്ക് കൊണ്ട് സ്പർശിച്ചാലും, അതിനല്ലേ ഉള്ളൂ ഈ ലോകവസ്തുക്കൾ. ഈ 5 എണ്ണവും കൂടി മനസ്സിൽ വന്ന് പതിയുമ്പോൾ സുഖം ദുഃഖം എന്ന് പറയുന്ന ഒറ്റ സെറ്റ് ദ്വന്ദ്വത്തിൽ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാ ദ്വന്ദ്വങ്ങളും അനുഭവവേളയിൽ മനസ്ഥലത്തിൽ സുഖദുഃഖങ്ങളായിട്ടാണ് പരിണമിക്കുന്നത്. അവയിൽ നിന്ന് വിമുക്താഹ, നമുക്ക് മുക്തി കിട്ടി. ഗച്ഛന്ത്യമൂഢാഹ പദമവ്യയം തത്. മനുഷ്യൻ്റെ വ്യാമോഹം മുഴുവൻ പോയി. എന്താ ഈ പോണത്? ലോകം മുഴുവനും എത്രയെത്ര വസ്തുക്കൾ എത്രയെത്ര വർണ്ണശബളമായി ഇരുന്നോട്ടെ, വിവിധമായി, അതെല്ലാം കൂടി എൻ്റെ ഇന്ദ്രിയങ്ങൾ 5ആക്കി തീർക്കുന്നു. 6ാമത്തൊന്നില്ല. ഈ 5 ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളായി ഇന്ദ്രിയങ്ങളിൽ നിൽക്കണില്ല. അതിൻ്റെ അവസാനത്തെ അനുഭവം നമുക്കുണ്ടാവുന്നത് മനസ്ഥലത്തിലാണ്. അവിടെ എത്തുമ്പോൾ വെറും 2. അപ്പം മനസ്സിലുണ്ടാവുന്ന അനുഭവങ്ങൾ മനോജന്യമോ അതോ വസ്തുജന്യമോ? എൻ്റെ മനസ്സിലുണ്ടാവുന്ന അനുഭവങ്ങൾ മനസ്സ് രചിക്കുന്നതല്ലേ. വസ്തുക്കൾ രചിക്കുന്നത് എങ്ങനെയാവും? ഇപ്പം ഞാനൊരു വൃക്ഷം കണ്ടു, വൃക്ഷം കണ്ട പാട്ടിൽ അവിടെ നിൽക്കുകയാണ്. അതിനെ കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നിയാൽ ആ സന്തോഷത്തിനും വൃക്ഷത്തിനുമായിട്ട് എന്താ ബന്ധം? ഞാനല്ലേ കണ്ടത്. എൻ്റെ കണ്ണിലാണോ സന്തോഷം? അല്ല, മനസ്സിലാണ്. അപ്പോൾ വൃക്ഷത്തെ കണ്ട് എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം വൃക്ഷം രചിക്കുന്നതോ മനസ്സ് രചിക്കുന്നതോ? മുട്ടാളന്മാരാവരുത് കേട്ടോ, ശരിക്കും മറുപടി പറയും. എൻ്റെ മനസ്സാണ് രചിക്കുന്നത്. ആ വൃക്ഷത്തിനെ കണ്ടപ്പോൾ അതിൻ്റെ അഴകോ അതിൻ്റെ നിറമോ അതിൻ്റെ പ്രയോജനമോ എന്തെങ്കിലും ഓർത്ത് ഇതൊരു വൃക്ഷമാണെന്ന് പറയുന്നത് എൻ്റെ മനസ്സാണ്. നന്നായിരിക്കണമെന്ന് പറയുന്നത് എൻ്റെ മനസ്സാണ്. ഉപകാരപ്രദമാണ്, അഴകാണ്, നല്ല നിഴലുണ്ട്, ഇങ്ങനെ ഓരോ ഗുണങ്ങൾ ചേർത്ത് അതിൽ സന്തോഷിക്കുന്നത് എൻ്റെ മനസ്സല്ലേപ്പാ. അതിൽ വൃക്ഷത്തിന് എന്ത് പങ്കാ? എനിക്ക് മനസ്സില്ലെങ്കിലോ സന്തോഷിക്കാൻ പറ്റുമോ? കണ്ണില്ലെങ്കിലോ കാണാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ നമ്മുടെ മനസ്സാണെന്ന് അതങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ലോകത്തോടുള്ള ഭ്രമം പോയി, എന്നേക്കുമായി യാത്ര പറഞ്ഞു. അതാണ് അമൂഢാഹ എന്ന വാക്കുപയോഗിച്ചത്. മൂഢന്മാരല്ലാതെ വിദ്വാൻമാരായി ഗച്ഛന്തി അവ്യയം പദം. അഴിവില്ലാത്ത ആ സ്ഥാനത്തിലേക്ക് അവരെത്തിച്ചേരുന്നു. എങ്ങനെ? ഈ മനസ്സിലുള്ള ദ്വന്ദ്വമോഹം സുഖദുഃഖങ്ങളെ അങ്ങോട്ട് സംലയിപ്പിച്ച്. അപ്പോൾ സുഖദുഃഖങ്ങളെ സംലയിപ്പിച്ചാൽ കിട്ടുന്നതാണ് പരമപദം. അല്ലാതെ മരിച്ചു പോയിട്ട് റോക്കറ്റിൽ ചെന്ന് കിട്ടുന്ന സ്വർഗമോ ഇന്ദ്രലോകമോ അല്ല. നമ്മുടെ മനസ്സിൽ നിന്നാണിത് കിട്ടേണ്ടത്. മനസ്സുകൊണ്ടുള്ള പരിശ്രമമാണ് ഇതിന് വേണ്ടത്. അതിനെ സഹായിക്കുന്നതാണ് ബുദ്ധി.
നിർമാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമാ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസംജ്ഞൈഃ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. അതുപോലെയാണ് ഈ ശ്ലോകം. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. ഓ, ഈ ഒരു ശ്ലോകം വേണ്ടതുപോലെ ആ വൃത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു നിർവൃതി, ഒരു പ്രബുദ്ധത, ഒരു വിജ്ഞാനം എത്രയാന്ന് പറയാൻ പറ്റില്ല. അത്ര വിശേഷപ്പെട്ടതാണ്. 8-ാം അധ്യായം പരിസമാപിച്ചു. ഇനി നമ്മൾ 9ലേക്ക് കിടക്കുക. നിങ്ങളോട് ഞാൻ പറയുണ്ടായി, ഭഗവത്ഗീതയിൽ 18 അധ്യായമാണ്. അതിനെ 6 വിഭജിക്കാം. ആ 6 മുഴുവനും, ആദ്യത്തെ 6 മുഴുവനും ഒരൊറ്റ സന്ദേശവും ഒരു മെസ്സേജുമാണതിൽ. അത് മുഴുവനും നമ്മുടെ ജീവിതത്തെ അപഗ്രഥനം ചെയ്ത് നമ്മുടെ വ്യക്തി അല്ലെങ്കിൽ വ്യഷ്ടി, ആ വ്യഷ്ടിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ നല്ല പോലെ കേന്ദ്രീകരിച്ച് അവിടം കൊണ്ട് മാത്രം പ്രപഞ്ച ദുഃഖങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കാനുള്ളൊരു വഴിയാണ്. അർജുനൻ കരഞ്ഞത് കണ്ണുകൊണ്ടാ, കാരണം മനസ്സാ. കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീന്ന സഞ്ജയൻ പറയണത്. അതികഠിനം അല്ലെങ്കിൽ അതിവിശാലം അല്ലെങ്കിൽ അത്യഗാധമായിരിക്കുന്ന ഒരു കൃപ പിടിപെട്ട് വളരെ പരാധീനനായി വിഷീദന്നിതമബ്രവീത്, ദയവ് തോന്നിയാൽ കരയല്ല വേണ്ടേ, മനസ്സ് വികസിക്കുക വേണ്ടത്, നല്ല ദയവ് തോന്നിയാൽ. അപ്പം ആ ദയവ് പിടിപെട്ട് കരഞ്ഞുരുണ്ട് നിൽക്കാൻ വയ്യാതെ താഴത്ത് അമ്പും വില്ലും അങ്ങോട്ട് വഴുതി വീണ് ഇരുന്നു എന്നാണ് പറഞ്ഞത്. ആ അർജുനനെ ഉപദേശിച്ച് നമ്മൾ നേരെയാക്കി കൊണ്ടുവരിക, ഇതാണ് നമുക്ക് ആവശ്യം. അപ്പം കരഞ്ഞതാരാ? അർജുനൻ. എവിടം കൊണ്ടാ? മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്. ആ അർജുനനെ അവിടെ തന്നെ ഇരുത്തി, അതേ ശരീരത്തിൽ അതേ തേർത്തളത്തിൽ ഇരുത്തി, അതേ ദുഃഖിക്കുന്ന മനസ്സിനെ, അതേ സംശയിക്കുന്ന മനസ്സിനെ ആ ദുഃഖവും സംശയവും ഒക്കെ തീർത്ത് തെളിച്ചമുണ്ടാക്കി പ്രസന്നമുഖനാക്കി എഴുന്നേൽപ്പിച്ച് അമ്പും വില്ലും എടുപ്പിച്ചു. ആര്? കൃഷ്ണൻ. അതെങ്ങനെ? അതാണ് ഈ 6 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പം അവിടുത്തെ ഫോക്കസ് ഉണ്ടല്ലോ, കേന്ദ്രീകരണം മുഴുവനും മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്. അർജുനൻ്റെ ഇന്ദ്രിയങ്ങൾ, അർജുനൻ്റെ ശരീരം, അർജുനൻ്റെ മനസ്സ്, അർജുനൻ്റെ ബുദ്ധി, അർജുനൻ്റെ അഹങ്കാരം, അതാണ് തകർന്നത്. ആ തകർന്ന അതേ അവയവങ്ങളെയോ അംഗങ്ങളെയോ കൃഷ്ണൻ്റെ ആ തത്വമൂല്യ സിദ്ധാന്ത പ്രദമായ ആ ഉപദേശം കേട്ട് അതേ അവയവങ്ങൾ സജീവമായി. അപ്പം അവിടെ വേറെ ഒരു സംഗതിയും വരുന്നില്ല. ഫോക്കസ് മുഴുവനും ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് ദ ഫോക്കസ്. The human personality consists of the body and the senses, then the emotional mind, the rational intelligence, and the asserting ego. These are the only instruments which Sri Krishna accessed. And Sri Krishna revived all these by his own words, words of truth, words of message, words of clarity, words of joy, words of immortality. ഈ വാക്കുകൾ കൊണ്ടാണ് ഈ പറഞ്ഞത് മുഴുവൻ ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്. ജ്ഞാനം നമുക്ക് പ്രതിപാദിക്കാൻ വാക്കുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് വായ കൊണ്ട് പറഞ്ഞോളൂ, കൈ കൊണ്ട് എഴുതിക്കോളൂ, വ്യത്യാസമൊന്നുമില്ല. വാക്കുകൾ തന്നെയാണ്. ഒന്നിലോ എഴുതി ദൃശ്യമാക്കി അല്ലെങ്കിൽ ശ്രവ്യമാക്കി പറഞ്ഞ് വാക്കുകൾ ആശയങ്ങളാണ്. അപ്പോൾ ഈ ആദ്യത്തെ 6 അധ്യായത്തിൽ എന്താ പറയുന്നത്? 8-ാം അധ്യായം പറഞ്ഞു. 9 തുടങ്ങുന്നത് എങ്ങനെയാ? ഇദം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ഇദം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ആ 6 അധ്യായത്തിൽ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ഇത് ചുരുക്കി ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒന്ന് പറയാം ഞാൻ. ഈ ശ്ലോകത്തിൻ്റെ ഞാൻ ഇനി പറയാൻ പോകുന്നത് അർജുന ഗുഹ്യതമമാണ്. ഇതേവരെ പറഞ്ഞതോ ഗുഹ്യവും ഗുഹ്യതരവും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഗുഹ്യം രഹസ്യമായിട്ടുള്ളത്, അതിനേക്കാൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്നാണ് പറയുക. ഗുഹ്യതരം
അത് കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവായി ഗുഹ്യതമം. ഈ കൃഷ്ണനും പറയാൻ മിടുക്കനാ. പറഞ്ഞ് ഓരോന്നിലേക്ക് പോകുമ്പോൾ ഇതേവരെ പറഞ്ഞതിനേക്കാൾ മികച്ചത്, അതിലും മികച്ചത്, അത് വിട്ടും മികച്ചത് എന്നൊക്കെയാണ് പറയണത്. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് ഈ കേൾക്കുന്നവരുണ്ടല്ലോ അവരുടെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിക്കപ്പെടുക. എന്നാൽ ഇത് മാത്രമാണോ? ഒരു പൊള്ളവാക്ക് പറയണതാണോ? അല്ല. ആ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട്. കാര്യം 6 അധ്യായം പറഞ്ഞു, പിന്നെ 7 പറഞ്ഞു, 8 പറഞ്ഞു, ഇനി 9ലേക്ക് പോവുക. ഇത് കഴിഞ്ഞാൽ അടുത്ത അധ്യായം എന്താ? വിഭൂതി യോഗം. ആരുടെ വിഭൂതി? എൻ്റെ വിഭൂതി, തൻ്റെ വിഭൂതി, ഈശ്വരൻ്റെ വിഭൂതി. അത് കേട്ടപ്പോഴാണ് കാണണം എന്ന് തോന്നിയത്. അപ്പോഴോ അത് കാണിച്ചു കൊടുക്കണം എന്നായി. കാട്ടിക്കൊടുത്തു. കാട്ടിയപ്പോഴോ പേടിച്ചു, പിൻവലിക്കണം എന്നായി. അങ്ങനെ 12ാം അധ്യായത്തിൽ പോയി. അപ്പോൾ ഈ 7 മുതൽക്ക് 12 വരെ ഉള്ള അധ്യായങ്ങൾ ഭക്തി ജനിപ്പിക്കുന്ന ഈശ്വര വർണ്ണനയും വിലാസങ്ങളുമാണിതിൽ. അതുവരെ പറഞ്ഞത് മുഴുവൻ ആത്മസൂചകമാണ്, ആത്മവൈഭവമാണ് ഈ 6 അധ്യായം വരെയുള്ളതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ 6ാമത്തെ അധ്യായത്തിൽ ഈ ആത്മവൈഭവം മനസ്സിലാക്കാനുള്ള ധ്യാനം അതെന്താണെന്നും വ്യക്തമാക്കി. ധ്യാനം എന്ന് പറയുന്നത് എന്താ? പുറത്തേക്ക് പോയിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. എടോ കെട്ടും വെട്ടും ഒക്കെ ആയിട്ട് തീർത്ഥയാത്രയ്ക്ക് പോവുക ഹിമാലയത്തിലേക്ക്, അതൊന്നുമല്ല ധ്യാനം. താൻ എവിടെയാണോ അവിടെ തന്നെ ഇരുന്നോളൂ. ചമ്രം പടിഞ്ഞിരിക്കുക, കൈവിരൽ കോർത്ത് മടിയിൽ വയ്ക്കുക, ആകാവുന്നിടത്തോളം നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക. ശരീരം അനങ്ങരുത്, ഒരു പ്രവൃത്തിയും ചെയ്യരുത്, ഒരു തരത്തിലുള്ള സമ്പർക്കവും ലോകവസ്തുക്കളുമായി ഉണ്ടാവരുത്. ഇതാണ് ധ്യാനത്തിൻ്റെ തുടക്കം. എന്നിട്ട് ധ്യാനത്തിൽ പ്രവർത്തിക്കേണ്ടത് ഏതാ? ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയും. ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക. നിയന്ത്രിച്ച് അവസാനം മനസ്സ് നിശ്ചിന്തമാവണം. ഇതാണ് ധ്യാനത്തിൻ്റെ പരിസമാപ്തി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സമ്പർക്കം. ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻറ്ററാക്ഷൻ, ഇറ്റ് ഈസ് നോട്ട് എൻ ആക്ഷൻ ഓൾസോ. യുവർ എൻറ്റയർ ബോഡി വിൽ ഹാവ് ടു ബി സ്റ്റിൽ, ടോട്ടലി നോൺ ആക്റ്റീവ്. ശരീരം നിശ്ചലമാവണം, അനങ്ങാതെ ഇരിക്കണം. കണ്ണുകൊണ്ടൊന്ന് കാണുക, ചെവി കൊണ്ടൊന്ന് കേൾക്കുക, മൂക്ക് കൊണ്ടൊന്ന് മണക്കുക, ഒന്നും പാടില്ല. എല്ലാം അങ്ങോട്ട് നിശ്ചലമാവണം. എന്നിട്ട് പ്രവർത്തിപ്പിക്കാനുള്ളത് മനസ്സും ബുദ്ധിയുമാണ്. അവർ പ്രവർത്തിച്ച് അവസാനം നിശ്ചിന്തമാവണം. ശരീരം എങ്ങനെ നിശ്ചലമോ അതേമാതിരി മനസ്സ് നിശ്ചിന്തമാവണം, ബുദ്ധിയോ നിർവിചാരവുമാവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പരമസ്ഥിതി നമുക്ക് കൈവരും. ഇതാണ് ധ്യാനം. ഈ കാര്യമാണ് 6 അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് കൃഷ്ണൻ തുടങ്ങിയത് എങ്ങനെയാണ്? അത് മുഴുവൻ അവസാനിപ്പിച്ചതിന് ശേഷം 7ാം അധ്യായത്തിൽ പറയുകയാണ് എന്ത്? ഞാൻ കുറച്ചും കൂടിയും അറിയാനുള്ള കാര്യങ്ങൾ പറയാം, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കി വരില്ല എന്ന്. 8 പറഞ്ഞു അതും വിട്ട് ഞാൻ ചിലത് പറയാം. ഇപ്പം പറയാ അതൊക്കെ താഴെയുള്ളതാ, ഗുഹ്യതമമായി ഇനി പറയാൻ പോണത്, ഏറ്റവും ഉത്തമോത്തമമായിട്ടുള്ള അറിവ്. അപ്പോൾ അർജുനന് പിൻവാങ്ങാൻ പറ്റുമോ? പറ്റില്ല. പ്രവക്ഷ്യാമ്യ അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം. അറിവും വിജ്ഞാനത്തോടു കൂടിയത്. യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. അത് കേട്ട് കഴിഞ്ഞാലോ എന്നോട് പറഞ്ഞതെന്താ? അഹോബത മഹത്പാപം കർത്തും വ്യവസിതാവയം എന്ന് പറഞ്ഞിട്ടല്ലേ അർജുനൻ നിർത്തിയത്. കൊടും പാപം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ് കൃഷ്ണ നമ്മൾ. കൊടും പാപം. ആ പാപഭയം ഒന്നും ഉണ്ടാവില്ല, നിനക്ക് പാപമോചനമുണ്ടാവും. യത് ജ്ഞാത്വ, ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ജ്ഞാനം, വിജ്ഞാനസഹിതമുള്ള ജ്ഞാനമുണ്ടല്ലോ, അത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം. എവിടെ ബന്ധനമോ പാപമോ തോന്നണോ ഇപ്പോൾ അവിടെ തന്നെ നിനക്ക് മോക്ഷണം, പാപമോചനം കിട്ടും. പിന്നെ അർജുനന് കേൾക്കാൻ എന്താ വേണ്ടേ? അപ്പം ഇതുവരെ നടന്ന കാര്യം നിങ്ങളോടൊന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഭഗവത്ഗീത മഹത്തായ ഒരു ശാസ്ത്രമാണ്. കാര്യം കൃഷ്ണൻ പെട്ടെന്ന് അർജുനനെ നോക്കി പറഞ്ഞതാകാം. പക്ഷേ ഈ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിശേഷപ്പെട്ട ഒരു നില വരുമ്പോഴാണ്. അവിടുത്തെ സ്ഥിതി എന്താ? മഹാഭാരത യുദ്ധം. 45 ലക്ഷം പടയാളികൾ എല്ലാവരും ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുകയാണ് പടയം അങ്ങോട്ട് തുടങ്ങാൻ. ആ സമയത്ത് ആ സർവ്വ ആൾക്കാരും അടങ്ങിയിരിക്കുന്നത്, കൃഷ്ണൻ്റെ സംസാരം. ആ ഇടവേളയിൽ വേണം കൃഷ്ണൻ ഇതെല്ലാം ഉണ്ടാക്കി തീർക്കാൻ. അർജുനൻ അവിടെ നിന്ന് പിന്നാക്കം പോയാൽ കാര്യം കഴിഞ്ഞു. അവിടെ നിന്ന് യുദ്ധം ചെയ്യിക്കണം. അപ്പോൾ കൃഷ്ണൻ്റെ മുൻപിലുള്ള ആഹ്വാനം വലിയൊരാഹ്വാനമാണ്, ഉപായപ്പെട്ട ആഹ്വാനമല്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അർജുനൻ്റെ മനസ്സിലുള്ള ക്ഷോഭം മുഴുവനും തണുപ്പിച്ച് ബുദ്ധിയിൽ വേണ്ടത്ര തെളിച്ചമുണ്ടാക്കി കൊടുത്ത്
ആത്മബല സമ്പന്നതയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടെ, പ്രതീക്ഷയോടുകൂടി യുദ്ധം ചെയ്യാൻ സാധിക്കണം. ഇതാണ് ആവശ്യം. അത് അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വിശേഷം. അപ്പോൾ ആ നിർവഹണത്തിന് വേണ്ടി സംസാരിക്കാൻ പുറപ്പെട്ടപ്പോൾ ഒരു പക്ഷേ കൃഷ്ണൻ അറിയാതെ തന്നെ ഒരു വിശേഷപ്പെട്ട മാനം, മഹിമ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഉയർന്നു കാണും. ആവശ്യം പോലെയാണല്ലോ എന്ത് നടക്കുക. ആ സമയത്ത് വായിൽ നിന്ന് വന്ന പദങ്ങൾ എന്തൊക്കെ ആവശ്യമുണ്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനനും അതിൽ പങ്കാളിയായ ഓരോ ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഇതിന് മുമ്പിലത്തെ അധ്യായം 7 ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. ഇപ്പോൾ ഒരു ചോദ്യവുമില്ലാതെ കൃഷ്ണൻ സ്വയം കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ വിശേഷപ്പെട്ട ഒരു മാനമുണ്ടായിരുന്നു. അതിങ്ങനെ കൃഷ്ണൻ പറഞ്ഞു, അർജുനൻ കേട്ടു എന്നിരിക്കണത് ഇരിക്കട്ടെ. വ്യാസദേവനാണിത് പകർത്തി തന്നിരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ ഭാഗമായി. മഹാഭാരതമോ 1,25,000 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിൽ. അത്രയും ശ്ലോകങ്ങളുള്ള ഒരു മഹത് ഗ്രന്ഥം രചിച്ച് എഴുതണമെങ്കിൽ ആ ഗ്രന്ഥകർത്താവിൻ്റെ മനസ്സ് എത്ര വിശേഷപ്പെട്ടതാവണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്, കണ്ണടച്ച് ആലോചിച്ച് നോക്കൂ. 1,25,000 ശ്ലോകങ്ങളുള്ള ഒരു മഹത് കൃതി ലോകം കണ്ടിട്ടില്ല ഇതുപോലെ വേറെ ഒരു കൃതി. അത് രചിക്കാൻ വേദവ്യാസ മഹർഷിക്ക് സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം, അറിവ്, പ്രഭാവം, പ്രാഗൽഭ്യം, അദ്ദേഹത്തിന് ലോകവുമായിട്ടുള്ള സമ്പർക്കം, അതിൻ്റെ വൈപുല്യം, അഗാധത, ഇതൊക്കെ എത്ര വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ എഴുതിയ സമയത്ത് ഒരു പക്ഷേ കൃഷ്ണൻ പറഞ്ഞത് മാതിരി ആവില്ല. ഒരു സ്വല്പം കൂടുതലോ കുറയ്ക്കലോ ഒക്കെ അതിലുണ്ടാവും. കുറയ്ക്കലുണ്ടാവില്ല, കൂട്ടലേ ഉണ്ടാവുള്ളൂ. അത്ര വിശേഷപ്പെട്ട് എഴുതിയിട്ടുണ്ടായ ഒരു ശാസ്ത്രമാണിത്. ശാസ്ത്രം എന്ന് പറയുമ്പോഴോ പറയുന്നതിന് മുഴുവനും സാരഗർഭമാകണം. ഓരോ പ്രസ്താവനയ്ക്കും തക്ക പശ്ചാത്തലം വേണം, പൂർവ്വതലം വേണം. കാര്യകാരണങ്ങളെ കോർത്തിണക്കി വളരെ ഗ്രഥിതമായിട്ട് വേണം പറയാനും പ്രസ്താവിക്കാനുമെല്ലാം. അങ്ങനെ വിശേഷപ്പെട്ട ഒരു കൃതിയാണത്. ആ കൃതിയെ നമ്മൾ എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. അതിനെ വിലയിരുത്താൻ അതാണ് പറയണത്, ആദിശേഷൻ തന്നെ വരണം ഈ ഭഗവത്ഗീതയെ മനസ്സിലാക്കാനും പ്രസംഗിക്കാനും പ്രതിപാദിക്കാനും. അത്ര വിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ആ ശാസ്ത്രത്തിനെ അതേപടി ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും എന്ന് ഭൂമാനന്ദ സ്വാമിയുടെ മനസ്സിലുണ്ട്. അതാണ് ഞാനിങ്ങനെ അവിടേക്കും ഇവിടേക്കും ഒക്കെ ഒന്ന് ചെന്ന് ഒന്ന് മുങ്ങി, ഒന്ന് പൊന്തി, ഒന്ന് തപ്പി, അങ്ങനെയൊക്കെ പിടിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കണത്. നോക്കൂ, ആദ്യമായി കൃഷ്ണൻ 6 അധ്യായത്തിൽ പറഞ്ഞത് എന്താ? അർജുനൻ അതികഠിനമായ ദുഃഖത്തിൽപ്പെട്ടു. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. ആ സഞ്ജയൻ്റെ ഭാഷയുണ്ടല്ലോ, അന്ധൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണല്ലോ സഞ്ജയൻ. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം. തം തഥാ കൃപയാവിഷ്ടം. ഞാൻ ഈ പറഞ്ഞ മാതിരി കൃപയാവിഷ്ടം, കൃപ പിടിപെട്ട് പരവശനായിരിക്കുന്നു. ആര്? അർജുനൻ. അഥവാ മറ്റൊരു പ്രകാരത്തിൽ നോക്കിയാൽ ഈ അർജുനൻ ആരാ? വീരധീര യോദ്ധാവാണ്. തൻ്റെ വീര്യവും പരാക്രമവും മുഴുവൻ പ്രദർശിപ്പിക്കാൻ വേണ്ടി അവസരം കാത്തിരുന്ന് 13 കൊല്ലം കഴിഞ്ഞ ശേഷം വന്ന് നിൽക്കുന്നതാണ് ഈ മഹാഭാരത യുദ്ധം കുരുക്ഷേത്രത്തിൽ. അവിടെ ഉണ്ടായതെന്താ? കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം. കൃപ പിടിപെട്ട് അശ്രുപൂർണനായി അത്രേ. ആകുലേക്ഷണം, കണ്ണടക്കം കലങ്ങി മറിഞ്ഞു. കാണാൻ തന്നെ പറ്റില്ല, കണ്ണീര് തന്നെ എല്ലാ ദിക്കിലും. വിഷീദന്തമിതം വാക്യം. അങ്ങനെ വിഷാദിച്ചു കൊണ്ടിരിക്കുന്ന, ദുഃഖിച്ച് കേണുകൊണ്ടിരിക്കുന്ന അർജുനനെ നോക്കി ഇതം വാക്യം ഉവാച മധുസൂദന. മധുസൂദനൻ പറഞ്ഞു എന്നാ. അപ്പം ഗീതയുടെ തുടക്കം എന്താ? നിങ്ങളൊന്ന് പറയൂ. ദുഃഖം, അതികഠിനമായ ദുഃഖം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. എനിക്ക് ശ്രേയസ് പറഞ്ഞു തരൂ. അർജുനൻ എനിക്ക് യുദ്ധം ചെയ്യേണ്ട മാർഗം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞില്ല. ആലോചിച്ച് നോക്കുമ്പോൾ കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്നാണ് എൻ്റെ നില. കാർപ്പണ്യദോഷം പിടിപെട്ടു, മനസ്സാകെ കലങ്ങി, ബുദ്ധിയാകെ കലങ്ങി, ഒന്നും ചിന്തിച്ച് തീരുമാനമെടുക്കാൻ വയ്യ.
അതുകൊണ്ട് ശ്രേയസ് എങ്ങനെയായാൽ എനിക്ക് കിട്ടുമോ അത് പറഞ്ഞു തരൂ. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങ് എൻ്റെ ഗുരുവാണ്. ഗുരുശിഷ്യനായിട്ട് സംസാരിച്ചാൽ മതി, വേറൊരു തരത്തിലും ഇനി വേണ്ട. ഗുരുശിഷ്യന്മാരായി പരിഗണിച്ച് സംസാരിച്ചാൽ മതി. പക്ഷേ എന്താ സംസാരിക്കണ്ടേ? നഹി പ്രപശ്യാമി മമാപനുദ്യാത് യക്ഷോകമുച്ഛോഷണമിന്ദ്രിയാണാം. എൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ചുട്ടുനീറ്റുന്ന ഒരു ദുഃഖമാണ് എൻ്റെ ഉള്ളിൽ കൃഷ്ണ. അത് ഓർമ്മ വയ്ക്കണേ, അത് മനസ്സിന്ന് പോവരുത്. ഞാൻ പഴയ അർജുനനൊന്നുമല്ല. ഗാന്ധീവൊക്കെ കയ്യിൽ നിന്ന് വഴുതി വീഴുക, പിടിച്ചു നിൽക്കാൻ പറ്റാതെ. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മുറുക്കി പിടിച്ച ഗാന്ധീവം വഴുതി അങ്ങോട്ട് വീണു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരവും വിരലും കയ്യും ഒക്കെ എത്ര അഴഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ അഴഞ്ഞു പോയത്, ദുർബലമായത് എങ്ങനെയാ? കഠിനമായ ദുഃഖം മനസ്സിൽ പിടിപെട്ടത് കൊണ്ടാണ്. മനസ്സിൽ ഒതുങ്ങി നിന്നില്ല ഈ ദുഃഖം. ചുട്ടുനീറ്റമാണ് ശരീരം മുഴുവനും. ഇതിനെ തണുപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞു തന്നല്ലാതെ എനിക്ക് എണീക്കാനോ യുദ്ധം ചെയ്യാനോ പറ്റില്ല. ഈ പടക്കളത്തിൽ വീണ് മരിക്കണമെങ്കിലും യുദ്ധം ചെയ്യണം, അതിന് എണീക്കണം. ഇനി സ്വർഗം കിട്ടണമെങ്കിൽ അതിനും പടപൊരുതി മരിക്കണം. ഇത് രണ്ടും എന്നോട് പറയരുത്. എനിക്ക് എണീക്കാൻ തന്നെ പറ്റാതെ ഇരിക്കുന്ന ഒരു ദുസ്ഥിതിയാണ്, അതിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അതാണ് ഞാൻ ആവശ്യപ്പെടുന്ന ശ്രേയസ് എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. അപ്പോൾ ദുഃഖ നിവാരണമാണ് ആവശ്യം. അതിന് കൃഷ്ണന് പ്രയോഗിക്കാനുള്ളത് എന്താ? തത്വവിചാരം. ദുഃഖ നിവാരണം. ദുഃഖം എവിടെ? മനസ്സിൽ. അതിന് നിവാരണം വരുത്താൻ എന്താ വഴി? കയ്യും കാലും സോപ്പും എണ്ണയൊന്നും അവിടെ പറ്റില്ല. പിന്നെ എന്താ? വല്ല ഓയിൻമെൻറ്റ് പുതിയത് വല്ലതും കിട്ടുമാവോ ഒന്ന് പുരട്ടി കൊടുക്കാൻ? അത് ശരീരത്തിലേ പുരട്ടാൻ പറ്റുള്ളൂ. അപ്പം മനസ്സിൻ്റെ ദുഃഖം പോവാൻ മനസ്സിൽ പ്രവേശിക്കുന്ന ഒരു പ്രയോഗം, ഒരു മരുന്ന് വേണം. അതെന്താ? തത്വവിചാരം. ആ തത്വവിചാരത്തിലൂടെയാണ് കൃഷ്ണൻ അർജുനൻ്റെ മനസ്സിനെ ചികിത്സിച്ചത്. ആദ്യമായിട്ട് പറഞ്ഞത് എന്താ? ആദ്യമായിട്ട് പറഞ്ഞതാണ് ആത്മാ. ആത്മാ ആത്മാ ആ സങ്കല്പം. ഈ രണ്ടക്ഷരത്തിനുള്ള ശക്തി, അതിനുള്ള സ്വാധീനം, അതിനുള്ള സ്ഥാനം, അതിനുള്ള മഹിമ, അതിനുള്ള പ്രാബല്യം, അതിൻ്റെ മഹത്വം, അതിൻ്റെ മേന്മ, അതിൻ്റെ വ്യാപ്തി, അത് നൽകുന്ന ആശ്രയം, അഭയം നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അതിയാവില്ല. ആത്മാ എന്ന് രണ്ടക്ഷര. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ആദ്യം പറഞ്ഞത് ഇതാണ്. അശോച്യാൻ അന്വശോചസ്ത്വം. ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെക്കുറിച്ചാണ് കേഴുന്നത് അർജുന എന്ന് പറഞ്ഞപ്പോൾ അർജുനന് വലിയ പരിശോധനയായി. ഭീഷ്മരോടും ദ്രോണരോടും എനിക്ക് തോന്നിയത് ദയവാണ്. അവരെ നോക്കി ഞാൻ ദുഃഖിക്കരുത് എന്നാണ് പറയണേ കൃഷ്ണൻ. എന്താ അതിന് കാരണം? ആ ദുഃഖത്തിൽ വലിയ കഴുമ്പൊന്നുമില്ല. ഒരു വീരയോദ്ധാവിന് ചേർന്നതല്ല, ധർമ്മയുദ്ധത്തിൻ്റെ ഭാഗമല്ല, അറിവുള്ളവന് ചേർന്നതല്ല. ലോകത്തിൽ ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എസ്പെഷ്യലി പ്രത്യേകിച്ചും യുവാക്കൾ. എൻ്റെ ഐഡൻറ്റിറ്റി എന്താ? വാട്ട് ഈസ് മൈ ഐഡൻറ്റിറ്റി? വാട്ട് ആം ഐ? വേർ ഷാൽ ഐ പിൻ മൈ ഐഡൻറ്റിറ്റി ഓൺ ഓർ വിത്ത്? ഇതൊരു ചോദ്യം. എൻ്റെ ശരിയായിട്ടുള്ള വ്യക്തിത്വം എന്താ? ശരീരത്തിലാണോ ഞാൻ കേന്ദ്രീകരിക്കേണ്ടത്? മനസ്സിലാണോ? ബുദ്ധിയിലാണോ? അഹങ്കാരത്തിലാണോ? അച്ഛനമ്മമാരുടെ മകൻ എന്നുള്ളതോ മകൾ എന്നുള്ള നിലയോ? എന്താണ് എൻ്റെ വ്യക്തിത്വം എന്നിങ്ങനെ വലിയൊരു ചോദ്യം ബുദ്ധിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ആദ്യമായി നൽകിയത് ആ വ്യക്തിത്വത്തിൻ്റെ നിർവചനമാണ്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ. ഒരു കാലത്തും ഞാൻ ഇല്ലാതെ ഇരുന്നിട്ടില്ല അർജുന. ഞാൻ മാത്രമല്ല, നീയും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഈ ഭീഷ്മദ്രോണാദികളും ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല. എന്തിനാ ഞാനിത് പറയണത്? എങ്ങനെ ഇല്ലാതെ ഇരുന്ന കാലമില്ലയോ അതുപോലെ ഇല്ലാതാവുന്ന കാലവും ഉണ്ടാവില്ല. ഈ ശരീരമാണ് ജനിച്ചു മരിക്കുന്നത്. ശരീരം ജനിക്കുന്നതിന് മുൻപിലും ശരീരത്തിലുള്ള വ്യക്തിത്വം ഉണ്ടായിരുന്നു അന്യൂനം. ശരീരം വീണതിന് ശേഷവും ഉണ്ടാവും. ഇത് എന്നെ മാത്രമല്ല, നിന്നെയും ഈ കാണുന്ന എല്ലാവരെയും ഭീഷ്മദ്രോണാദികളെയും സംബന്ധിച്ച ഒരേ ഒരു സത്യമാണ് എന്ന് പറഞ്ഞ് എല്ലാവരുടെ ഉള്ളിലുമുള്ള ആ ആത്മ, ഞാൻ ഞാൻ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, അത് സൂചിക്കുന്ന സ്വത്വം അല്ലെങ്കിൽ അസ്മിത, അത് നല്ല പോലെ വെളിപ്പെടുത്തി ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഉപദേശം തുടങ്ങിയത് അങ്ങനെയാണ്.
നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇത് പറഞ്ഞതാണ്, ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉപദേശം എങ്ങനെ തുടങ്ങി? അവനവൻ്റെ ഉള്ളിൽ താൻ ഞാൻ എന്ന് പറയുന്ന ആ കേന്ദ്ര ബിന്ദു ഉണ്ടല്ലോ, അതിനെ വെച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പം അർജുന, ഇവിടെ എത്രയോ ജനങ്ങൾ മരിക്കാൻ പോവാണ്, കൊല്ലാനാണ് വന്നിരിക്കുന്നത്. അവരെയൊക്കെ കൊല്ലണം. നമ്മുടെ സൈന്യത്തിലും കുറേ ആൾക്കാർ മരിക്കും. കുറച്ച് കാലേ അവസാനം മിച്ചം വരുള്ളൂ. 10 ആളേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. ആ 10 ആൾ ബാക്കി വരുന്നവരെ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടാണ് 18 ദിവസം നീങ്ങിയത്. ആ ഒരു സ്ഥലത്ത് മനുഷ്യന് സമാധാനം എങ്ങനെയാണ് വരിക? ഓരോരുത്തരും ഇവിടെയുള്ളവരെ ആത്മസ്വരൂപികളാണ്. ആത്മാവാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള താതാത്മ്യം, വ്യക്തിത്വം, സ്വത്വം, അസ്മിത, ആ ഐഡൻറ്റിറ്റി. അതിന് ഒരു കാലത്തും അഭാവമില്ല എന്ന വെളിപ്പെടുത്തലാണ്, ഒരു സാന്ത്വനമാണ്, ഒരാശ്വാസമാണ്, സമാധാനമാണ്. അതുകൊണ്ടാണ് പുറപ്പെട്ടത്. അപ്പം പിന്നെ ഇവിടെ ഈ മരിക്കുന്നതൊക്കെയോ, മരണം എന്ന് പറയുന്നത് പര്യവസാനമല്ല, പരിവർത്തനമാണ്. മരണത്തിൽ തീരുമാനം ഇല്ലാതെയാവൽ എന്നൊന്നില്ല, പരിണമിക്കണേ ഉള്ളൂ. ഇപ്പോൾ വിളക്ക് കത്തുന്ന സമയത്ത് എന്താ സംഭവിക്കണത്? എണ്ണയും തിരിയും കാറ്റും കൂടിയിട്ടുള്ള പരിണമിത രൂപമാണ് എന്ത്? അഗ്നി. അഗ്നി വേറെയാണ്, പക്ഷേ അതവിടെ ജ്വലിച്ച് നാളമായിട്ട് നിൽക്കണമെങ്കിൽ ഈ മൂന്നും പരിണമിക്കണം. അതേമാതിരി ഈ മരണം എന്ന് പറയണതുണ്ടല്ലോ, ശരീരത്തിനാണത്. ആ ശരീരം ജനിക്കുമ്പോൾ പരിണമിച്ചതുപോലെ ജനിച്ചതിന് ശേഷം അനുക്ഷണം പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ പരിണാമങ്ങൾക്ക് വിധേയം ആകാത്ത തരത്തിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കേടുപാട് വരികയാണ്. ശ്വാസകോശമോ ഹൃദയമോ അല്ലെങ്കിൽ കരളോ എന്തെങ്കിലും ഒന്ന് തകരാറിൽപ്പെട്ട് നിവൃത്തിയില്ല ആ സമഗ്ര വ്യക്തിത്വം നിലനിൽക്കാൻ വരുമ്പോൾ ഒരു പരിണാമം, ഒരു പരിവർത്തനം മാത്രമാണ് സംഭവിക്കുന്നത്. ആര് അല്ലെങ്കിൽ എന്ത് ജീവിച്ചു പോന്നുവോ അതിന് ഒരു കാലത്തും ഒരു കുറവും മരണത്തിൽ വരുന്നില്ല. അപ്പോൾ മരണം പരിവർത്തനം മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ആൾക്കാരെല്ലാവരും മരിച്ചു പോവുമല്ലോ എന്ന് വിചാരിച്ച് മരിക്കുന്നത് കാണുമ്പോഴോ മരിച്ചു പോകുന്ന സമയത്തോ ഒരിക്കലും നമുക്ക് ഇല്ലാതെയായി എന്ന് വിചാരിക്കരുത്. ഇവിടെ വന്നു കൂടിയിട്ടുള്ളവരെല്ലാം ഒറ്റയ്ക്ക് ഈ പട പൊരുതാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളവരാണ്. അവരുടെ ഉദ്ദേശം ഒന്നിലോ എതിരാളിയെ കൊല്ലുക, അല്ലെങ്കിൽ എതിരാളിയാൽ കൊല്ലപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുന്നവരെയോ പടക്കളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളവരെയോ ഒന്നും നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല. നമ്മളെ എതിർക്കാൻ വരുന്നവരെ പ്രതി എതിർപ്പ് നമ്മൾ അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, കാഴ്ചവെക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് മരണം ഒരിക്കലും ഒരു പര്യവസാനമല്ല, പരിവർത്തനം മാത്രമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് സംസാരിക്കാനറിയാം, ആശയവിനിമയം ചെയ്യാനറിയാം. നമ്മൾ ഈ ലോകത്തിനെ പറ്റി പലതും പറയുന്നു, പല കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, എന്തെല്ലാമോ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇത് മുഴുവനും തുടങ്ങുന്നത് എവിടുന്ന? ലോകം എന്ന് നമ്മൾ പറഞ്ഞാലും ലോകം എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? ലോകം എന്നുള്ള കാഴ്ചയോ അല്ലെങ്കിൽ ആ ഭാവനയോ? എല്ലാം തുടങ്ങുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതമാണ് ഇവിടെ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പൊക്കിൾക്കൊടി മുറിച്ചതോടുകൂടി ഒരു കുട്ടി സ്വന്തമായ ഒരു ജീവിതം തുടങ്ങുകയാണ് ചെയ്യണത്. ആദ്യമായി അതിൻ്റെ പ്രകടനമാണ് എന്ത് ആ ഉള്ളിലിരിക്കുമ്പോൾ അതിന് ശ്വസിക്കേണ്ടി വന്നില്ല. പൊക്കിൾക്കൊടി മുറിച്ചതോടുകൂടി അതിന് ശ്വാസം, ജീവവായു വേണം. അപ്പോൾ ആ ജീവവായു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കരയണത്. ആ കരച്ചിൽ എന്താ? കരച്ചിൽ സങ്കടം കൊണ്ടല്ല. താൻ ജീവിച്ച് പുറത്തു വന്നു, സ്വന്തമായിട്ട് ജീവിക്കാൻ പോണു, ശ്വാസകോശത്തിലുള്ള ആ അടപ്പുകളൊക്കെ മാറ്റി സ്വന്തമായി ചുങ്ങി വികസിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു തുടക്കമാണ് ആ കരച്ചിൽ. ഒരു കുട്ടി ജനിച്ചു എന്ന് വെച്ചാൽ കരയണം. അതാര് സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല, ആ കരച്ചിലാണ് ജീവിതത്തിൻ്റെ തുടക്കം. ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണിത്, സ്വന്തമായ പ്രവർത്തനത്തിന്. അതുവരെ സ്വന്തം പ്രവർത്തനമില്ല. ആ നിമിഷം മുതൽക്ക് ജീവിതം മുഴുവനും വ്യക്തിഗതമാണ്. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജീവിതം തുടങ്ങുന്നത് വ്യക്തിയിൽ നിന്നാണ്. ആ ജീവിതത്തിൻ്റെ സ്വഭാവമോ സ്വരൂപമോ എന്താ? അനുഭവാത്മകമാണ് നമ്മുടെ ജീവിതം. വയറ്റിലിരുന്നപ്പോൾ ആ കുട്ടി ഒന്നും അറിഞ്ഞില്ല, അതിനൊരു വിഷമം ഉണ്ടായിരുന്നില്ല. പുറത്തു വന്നപ്പോഴും ഇല്ല. പൊക്കിൾക്കൊടി മുറിച്ചതോടുകൂടി
അത് തനിപ്പെട്ട ഒറ്റയ്ക്കാണ്. ആ പൊക്കിൾക്കൊടി മുറിച്ചതിൻ്റെ ഒരു പ്രതികരണമാണ് ആ കുട്ടി കരച്ചിലൂടെ കാണിക്കുന്നത്. ജീവിതത്തിൻ്റെ തുടക്കം അനുഭവാത്മകമാണ് ജീവിതം. അത് മുതൽക്ക് വിശപ്പ്, ദാഹം, സ്പർശം, എന്തൊക്കെയുണ്ടോ എല്ലാം തന്നെ അനുഭവം അനുഭവം അനുഭവം. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഈ അനുഭവമാകട്ടെ വ്യക്തിഗതമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥവും ഗൗരവവും എൻ്റെ പ്രേക്ഷകർ ശരിക്കും ഗ്രഹിക്കുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. എനിക്ക് സംശയമുള്ളതല്ല, പറയാണ്ട് പറ്റില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 125 കോടി ജനങ്ങളാണ്. 125 കോടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒന്നിച്ച് നിൽക്കാൻ ഇവിടെ സ്ഥലം ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെങ്കിൽ പലയിടത്തുമായിട്ട് നിൽക്കാന്നേ ഉള്ളൂ. ആ 125 കോടി ജനങ്ങൾ ഒറ്റയ്ക്ക് ഓരോരോ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു വന്നവരാ. അതാണ് ഞാൻ പറയുന്നത്, ജീവിതം വ്യക്തീയമാണെന്ന്. വ്യക്തിഗതം. വ്യഷ്ടി സമഷ്ടി എന്ന് 2 വാക്കുണ്ട് നമുക്ക്. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമാജത്തിൻ്റെ ഒരു അംഗമായിട്ടുള്ള ഒരു ഘടകത്തിനെയാണ് വ്യഷ്ടി എന്ന് പറയുന്നത്. ആ വ്യഷ്ടിയുടെ പെരുക്കങ്ങൾ കൂടിച്ചേർന്നാണ് സമാജം സമഷ്ടി എന്ന് പറയുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് സമഷ്ടിയാണ്. ആ സമഷ്ടിയിൽപ്പെട്ട വ്യഷ്ടിയാണ് ഈ വ്യക്തി. ആ വ്യക്തിയിൽ നിന്ന് വ്യഷ്ടിയിൽ നിന്നാണ് അനുഭവം തുടങ്ങുന്നത് മുഴുവനും. അനുഭവം മുഴുവനും വ്യക്തിഗതമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലോകം എന്താ? വ്യക്തി കണ്ടനുഭവിക്കുന്നതാണ് ലോകം. ഇവിടെ വ്യക്തികളില്ല എന്ന് വെച്ചാൽ ലോകമുണ്ടാവുമോ? വാസ്തവത്തിൽ ഉണ്ടാവില്ല. അനുഭവിക്കാൻ ആളില്ലല്ലോ. ആരാ പിന്നെ അതിനെപ്പറ്റി പറയുക? ഒരു ലോകമുണ്ടെന്നോ ഞാൻ കണ്ടു എന്നോ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മുടെ ജീവിതം അനുഭവാത്മകമാണ്. അനുഭവം വ്യക്തീയമാണ്. ഈ ലോകവും അനുഭവത്തിന് പാത്രമാണ്. ഈ ലോകം ഇറ്റ് ഈസ് ആൻ ഓബ്ജക്റ്റ് ഓഫ് എക്സ്പീരിയൻസ് ഫോർ വി ദി എക്സ്പീരിയൻസിങ് ഇൻഡിവിജ്വൽസ്. അനുഭവിക്കുന്ന വ്യക്തികളായ നമ്മുടെ അനുഭവത്തിന് പാത്രമായിട്ടുള്ളതാണ് ഈ ലോകം. ലോകത്തിന് പാത്രമല്ല നമ്മൾ. നമുക്ക് പാത്രമാണ് ലോകം, അനുഭവത്തിന് പാത്രം. അപ്പം എല്ലാം തുടങ്ങുന്നത് അനുഭവ രൂപത്തിൽ വ്യക്തിയിൽ നിന്നാണ്. ആ വ്യക്തി ലോകവസ്തുക്കളുമായി നടത്തുന്നു സമ്പർക്കം. അതാണ് ജീവിതം. ജീവിതത്തിൻ്റെ സങ്കീർണത അവിടെയാണ്. നമ്മളും ഈ ലോകവുമായി നടത്തുന്ന സമ്പർക്കത്തിനാണ് ജീവിതദശ എന്ന് പറയുന്നത്. ഈ സമ്പർക്കം നടക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ തലത്തിലാണ്. 5 ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ. ആ ഇന്ദ്രിയ തലത്തിലാണ് ഈ സമ്പർക്കം നടത്തുന്നത്. കണ്ണ് കാണിക്കുന്നു, ചെവി കേൾപ്പിക്കുന്നു, മൂക്ക് മണപ്പിക്കുന്നു, നാവ് രുചിപ്പിക്കുന്നു, ത്വക്ക് സ്പർശിപ്പിക്കുന്നു. ഇതിനൊക്കെ വിഷയമായിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ, പാത്രമായിട്ടുള്ള വിഷയങ്ങൾ. ആ വിഷയങ്ങൾ പുറത്തായിക്കോട്ടെ, അനുഭവം ഇവിടെയാണ്. കണ്ണിൻ്റെ ആ തടത്തിലാണ് കാഴ്ച. അതും കൂടി അവിടെയല്ല, ഉള്ളിലാണ്. ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ആ സമ്പർക്കാത്മക ജീവിതത്തിൽ ഇന്ദ്രിയങ്ങൾ ലോകവസ്തുക്കളുമായി നടത്തുന്ന സമ്പർക്കം എങ്ങനെ നിരന്തരം നടക്കുന്നുവോ അതിൻ്റെ അനിവാര്യമായ പരിണത ഫലമാണ് സുഖം ദുഃഖം എന്ന് പറഞ്ഞ അനുഭവം.